ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പാത്ത് വേ ഓഫ് റോസസ് എന്ന പുസ്തകത്തിന്റെ 6ാമത്തെ ചാപ്റ്ററാണ്. 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ഗിവ് യുവർ ബെസ്റ്റ് ടു ദ വേൾഡ് എന്നാണ് ആ ഒരു ചാപ്റ്ററിന്റെ പേര്. അതിന്റെ അർത്ഥം നമ്മൾ സാധാരണ ഈ ലോകത്തിന് നമുക്ക് നൽകാൻ കഴിയുന്നതിന്റെ ഏറ്റവും മികച്ചത് നൽകുക എന്നുള്ളതാണ്. ഇത് നമ്മളിപ്പോ ഏറ്റവും മികച്ചത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ചത് നൽകുക എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ ആ ഒരു അർത്ഥത്തിലാകും ഈ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക. ഗിവ് യുവർ ബെസ്റ്റ് ടു ദ വേൾഡ് നൽകുമ്പോൾ ഇവിടെ സത്യത്തില് അങ്ങനെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു കാര്യം ഉണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മികച്ച ഒരു ജീവിതം സൃഷ്ടിക്കുവാൻ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം സത്യത്തില് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. അതാണ് നമ്മുടെ സ്നേഹം എന്നത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എഫേർട്ട് അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ എന്നൊക്കെ ഉള്ള അർത്ഥത്തിലായിരിക്കും നമ്മൾ ബെസ്റ്റ് എന്നുള്ള നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് നൽകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക, ഡു യുവർ ബെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിലായിരിക്കും നമ്മുടെ ഒരു കഴിവുകളൊക്കെ പരമാവധി പുറത്തെടുത്ത് ഒന്നിനു വേണ്ടി കൊടുക്കുക എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കും നമ്മൾ സാധാരണ ചിന്തിക്കുക. പക്ഷെ ഇതങ്ങനെയല്ല. നമ്മുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ എൻറ്റിറ്റി, നമ്മുടെ ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വത്വത്തിന്റെ ഏറ്റവും മികച്ചത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശക്തിയാണ്. അതാണ് കഴിഞ്ഞ ആ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ചാൽ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ ഗുഡ് വിത്തിൻ യു, നമ്മുടെ ഉള്ളിലുള്ള നന്മ. അതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ ഒരു സ്നേഹം ആണ് എന്നുള്ളതാണ്. വളരെ 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 പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയധികം ഫോക്കസ് ചെയ്തിരിക്കും. ചെറിയ കുറച്ച് പോയിന്റുകൾ, ഏതാനും പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു ചാപ്റ്റർ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജ്ഞാനത്തിലേക്ക്, ആഴത്തിലുള്ള ഒരു അറിവിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ നമ്മൾ സ്നേഹം എന്ന വാക്ക് നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം ഉപയോഗിക്കുന്നതാണ്. പക്ഷെ ഇവിടെ സ്നേഹം എന്ന വാക്ക് നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന സ്നേഹം എന്നുള്ള രീതിയിൽ മാത്രമല്ല. നമുക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി നടക്കുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോഴൊക്കെ നമുക്ക് മറ്റു വ്യക്തികളോട് ഒരു സ്നേഹം തോന്നാറുണ്ട്. വ്യക്തികളോട് ആ ഒരു അർത്ഥത്തിലല്ല ഈ ഒരു സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്നേഹം നമ്മൾ കണ്ടെത്തി നമുക്ക് തിരിച്ചറിഞ്ഞ് അതിനെ കൾട്ടിവേറ്റ് ചെയ്ത് വികസിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ബെസ്റ്റ് വെർഷൻ നമുക്ക് പുറത്തെടുക്കാൻ കഴിയുമെന്നാണ് ഈ ചാപ്റ്ററിലൂടെ ക്രിസ്റ്റ്യൻ ഡി ലാർസൺ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിവൈൻ പവറിന്റെ, അതായത് യൂണിവേഴ്സൽ പവറിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഒരു പുസ്തകത്തിലൂടെ. അല്ലെങ്കിൽ നമ്മൾ പൊതുവെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മളൊരു യൂണിവേഴ്സിന്റെ ഒരു എക്സ്റ്റൻഷനാണ് നമ്മുടെ ഉള്ളില്. നമ്മൾ ആദ്യമേ ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞു, വലിയൊരു റിസർവോയറിൽ നിന്ന് ചാനൽ വഴി ലഭിക്കുന്ന ചെറിയൊരു ടാങ്ക് പോലെയുള്ള ഒരു സംവിധാനത്തെ നമ്മൾ ഉപമിച്ചാൽ ചെറിയൊരു റിസർവോയർ വലിയതിന്റെ എക്സ്റ്റൻഷനായ ചെറിയ ഒരു അംശമാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അംശം ആയിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ പവറിന്റെ അല്ലെങ്കിൽ ഡിവൈൻ പവറിന്റെ, ദൈവത്തിന്റെ അംശം ഉള്ളിൽ പേറുന്ന നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ പവറിന്റെ യഥാർത്ഥ ക്യാരക്ടറിസ്റ്റിക്സ് ആയ സ്നേഹം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ബെസ്റ്റ്. എല്ലാം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കണ്ടീഷൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നമ്മുടെ കൂടെയുള്ള ആളുകൾ ചെയ്താൽ നമുക്ക് അവരോട് സ്നേഹം തോന്നും. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരോട് സ്നേഹം തോന്നും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ സ്നേഹം പോകും. അത് മനസ്സിന്റെ വികാരത്തിലുള്ള, മനസ്സിന്റെ ഈ ഒരു പുറത്തുള്ള ഒരു സ്നേഹം അതല്ല. ഇത് നമ്മൾ സത്യത്തിൽ
നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, ഫോം ചെയ്തിരിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. നമ്മളെന്ന് പറഞ്ഞാൽ സ്നേഹമാണ് എന്ന് പറഞ്ഞാൽ ഡിവൈൻ ആയിട്ടുള്ള ദൈവമാണ് നമ്മളെന്നുണ്ടെങ്കിൽ, ആ യൂണിവേഴ്സ് ആണ് നമ്മളെന്നുണ്ടെങ്കിൽ, യൂണിവേഴ്സിന്റെ അടിസ്ഥാനം സ്നേഹമാണെങ്കിൽ നമ്മുടെ ഉള്ളിലും ആ സ്നേഹമുണ്ട്. ആ സ്നേഹം നമ്മുടെ ഉള്ളിലുമുണ്ട്. ആ സ്നേഹത്തെ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ വികസിപ്പിച്ചെടുത്താൽ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ആ ഒരു ഗുഡ്നസ്, ഒരു നന്മ, അതായത് വലിയൊരു പവർ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. നമ്മുടെ വ്യക്തിയിൽ, നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയിൽ കൊണ്ടുവരാൻ കഴിയുക. ആ പവർ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിലവിലുള്ള വിഷയങ്ങളെ ഓവർകം ചെയ്യാൻ കഴിയാം എന്ന് മാത്രമല്ല, നമുക്ക് ഉയർന്ന ലെവലിലേക്ക് എത്തിപ്പെടാനും കഴിയും. നമുക്ക് ശാന്തതയും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാം ആകർഷിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പൊ ആ ഒരു സ്നേഹത്തിന്റെ ആ ഒരു ജെന്യൂനിറ്റി നമ്മൾ കണ്ടെത്തി അതിനെ പുറത്തെടുക്കുക. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ഐഡന്റിഫൈ അൺകണ്ടീഷണൽ ലവ് നമ്മൾ പറയാറുള്ളത്, ഒരു തരത്തിലുള്ള സ്വാർത്ഥമില്ലാത്ത ഒരു സ്നേഹം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്താൻ കഴിയുക? ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില ആളുകളോടൊക്കെ, ചില വാർത്തകളിലൊക്കെ കേൾക്കുമ്പോൾ ആളുകളോടൊക്കെ നമുക്ക് ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ നമുക്ക് ജെന്യുവിനായിട്ട് തോന്നാറില്ലേ? നമുക്ക് ഒരു ബന്ധവുമില്ല ആളുകളുമായിട്ട്, ആളുകളുമായിട്ട് ഒരു ബന്ധവുമില്ല, ആ ആളുകളെ നമുക്ക് അറിയില്ല, അവർ നമുക്ക് യാതൊരു വിധമായ സഹായമോ ഉപകാരമോ ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് അവരോട് സ്നേഹം തോന്നുന്നത്? ഈ ഒരു സ്നേഹമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വളർത്തിയെടുക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള സ്നേഹം. ഈ ഒരു സ്നേഹത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്താൽ നമ്മുടെ അപാരമായ ശക്തി നമുക്ക് പുറത്തു വരും എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ സാധാരണ നമ്മുടെ മനസ്സിൽ നമുക്ക് കണ്ടീഷനായിട്ടുള്ള തോന്നുന്ന സ്നേഹവും നമ്മുടെ ഉള്ളിലുള്ള അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ സ്നേഹത്തെ നമ്മൾ മനസ്സ് തിരിച്ചറിഞ്ഞിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മെല്ലെ 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 അതിനെ വളർത്തി വളർത്തി, ഇങ്ങനെ എന്താ പറയുക, ഒരു കുഞ്ഞു ചെടിയെ, തൈച്ചെടിയെ വളർത്തിയെടുക്കുന്നത് പോലെ വളർത്തി വളർത്തി വലിയൊരു വൃക്ഷമാക്കി മാറ്റി ആ വൃക്ഷത്തിന്റെ തണലിൽ, ആ ഒരു വൃക്ഷത്തിൽ നമ്മൾ ജീവിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ യഥാർത്ഥ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യഥാർത്ഥ പർപ്പസിൽ, യഥാർത്ഥ ഒരു 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 മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജന്മത്തിന് എന്താണ്, നമ്മൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ ജനിച്ചത്, അതിന്റെ ആ ഒരു പർപ്പസിലേക്ക് നമ്മൾ എത്തും, ഫുൾഫിൽ ആവും. നമ്മൾ ആ രീതിയിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങും. നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളുകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവരുടെ ഒരു ബുദ്ധിമുട്ടിന് അവരെ കരകയറ്റണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ ഡിവൈൻ ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ഒരു സ്നേഹത്തെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതാണ് നമ്മൾ യഥാർത്ഥ സ്പിരിച്വൽ എന്ന് പറയുന്നത്. സ്പിരിച്വൽ ബീയിങ് ആവുന്ന അപ്പോഴാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്. നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് അവരോട് സ്നേഹം, ഉപദ്രവിച്ച അവരോട് ദേഷ്യം. അത് മനസ്സിന്റെ ഈഗോ തരത്തിലുള്ള വികാരാവസ്ഥയാണ് ആ ലവ്. അതല്ല, ഇത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നമ്മൾ ഡിവൈനിൽ നിന്നാണ് വരാനുള്ളത്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൾട്ടിവേറ്റ് ചെയ്ത് വികസിപ്പിച്ച് വളർത്തി വലുതാക്കണം. അങ്ങനെ ആ ഒരു സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ ഈ ജീവിതം ജീവിക്കുമ്പോൾ നമ്മുടെ അപാരമായ പവർഫുള്ളായ ഒരു വ്യക്തിയായി മാറും. നിങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഈസി ആയിട്ട് പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ്. ഈ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മൾ വികസിപ്പിച്ചെടുത്താൽ നമുക്കുള്ള ഗുണം എന്താണെന്നുള്ളത് ഏതാനും ചില പോയിന്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റെമഡി, സാർവത്രികമായ പരിഹാരത്തിന് വേണ്ടിയാണ്. അതായത് നമ്മളിപ്പം ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമുക്ക് വിചാരിച്ചതുപോലെ നടക്കാതെ വരുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും നമ്മൾ വിധിയെയും അല്ലെങ്കിൽ സാഹചര്യത്തെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത്, ഈ ഒരു നെഗറ്റീവായ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ കാരണം എന്താണ്? നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് ജീവിതം അല്ലെങ്കിൽ ഈ ലോകം ഇങ്ങനെ നമ്മളോട് തിരിച്ച് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് ക്രിസ്റ്റ്യൻ ഡി ലാർസൻ പ്രധാനപ്പെട്ട ഒന്നാമത്തെ പോയിന്റായിട്ട് നിങ്ങൾ പറയുന്നത്. നിലവിലുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ
നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. നിങ്ങൾ ആ ഒരു സാഹചര്യത്തെ കുറ്റപ്പെടുത്തരുത്. കാരണം നിങ്ങൾ ഏതെങ്കിലും തരത്തിലൊരു നെഗറ്റീവ് സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ലോകം നിങ്ങളോട് നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും നെഗറ്റിവിറ്റി ലോകത്തിന് കൊടുത്തതിന്റെ ഫലമായിട്ടാണ്. അപ്പൊ നമ്മൾ അത് വിധിയാണ്, മറ്റുള്ള അല്ലെങ്കിൽ സാഹചര്യമാണ്, ആ മറ്റു വ്യക്തികളാണ് എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന് ബ്ലെയിം ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ അൺകണ്ടീഷണലായിട്ട് ആ ഒരു സാഹചര്യത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സ്നേഹിക്കാൻ പഠിക്കുക. നമ്മുടെ ജീവിതത്തെ നമ്മൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കണം. അങ്ങനെ ഒരു അഫർമേഷൻ നിങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ മുമ്പ്? ഞാൻ വീഡിയോയിലായാലും ഇവിടെ ആയാലും ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത്. എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു അഫർമേഷൻ കൃത്യമായിട്ട് നമ്മൾ പറയണം. ഐ ലവ് മൈ ലൈഫ് എന്നുള്ള, ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു അഫർമേഷൻ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതൊരു നെഗറ്റീവായ സാഹചര്യം നിലവിലുണ്ടെങ്കിൽ കൂടിയും നമ്മൾ ഈ ഒരു അഫർമേഷൻ കൃത്യമായിട്ട് ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ക്രമേണ ആ ഒരു നെഗറ്റീവ് കണ്ടീഷൻ മാറുകയും നമുക്ക് പോസിറ്റീവായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരികയും ചെയ്യും. ഇതാണ് ഇതിന്റെ പിന്നിൽ. കാരണം നമ്മൾ ലൈഫിൽ നമ്മൾ ഇതുവരെയുള്ള സാഹചര്യങ്ങളിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുൻകാലങ്ങളിൽ നമ്മൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ചിന്തയുടെയോ പ്രവൃത്തിയുടെയോ ഒരു പരിണിത ഫലമായിട്ടാണ് നിലവിലുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ നമ്മൾ ആ രീതിയിൽ ഒരു സിമ്പതിയോടുകൂടി കണ്ടുകൊണ്ട്, അതായത് അറിവില്ലായ്മ കൊണ്ട് എൻ്റെ ചിന്തകളുടെയോ പ്രവൃത്തികളുടെയോ പറ്റിപ്പോയതാണ്, അതുകൊണ്ട് ഞാൻ ഈ ഒരു സാഹചര്യത്തെ ഞാൻ സ്വീകരിക്കുകയും ഞാൻ അതിനെ അംഗീകരിക്കുകയും ഞാൻ അതിനെ സ്നേഹിക്കുകയും ചെയ്യും. സ്നേഹം എന്ന് പറഞ്ഞാൽ ആ സ്നേഹം, ഉള്ളിൽ നിന്നുള്ള സ്നേഹം ആ സാഹചര്യത്തിനെ മാറ്റാനുള്ള കഴിവുണ്ട്. അത് ക്രമേണ ആ സാഹചര്യം പോസിറ്റീവായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറി വരുവാൻ സഹായിക്കും. അല്ലാതെ നമ്മൾ എപ്പോഴെല്ലാം നമ്മൾ വേൾഡിനെ കുറ്റപ്പെടുത്തി, അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, വേൾഡ് ലോകത്തെ കുറ്റപ്പെടുത്തിയാൽ, ബ്ലെയിം ചെയ്താൽ വേൾഡ് തിരിച്ച് നമ്മളെ ബ്ലെയിം ചെയ്യാനുള്ള സാഹചര്യം കൂടുതൽ കൂടുതൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതാണ് വിമർശനം ഒഴിവാക്കണമെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചത്. നമ്മൾ എത്രത്തോളം വിമർശിക്കുന്നോ അത്രത്തോളം ആ വിമർശിക്കാനുള്ള സാഹചര്യം കൂടിക്കൊണ്ടിരിക്കും. അതേസമയം നമ്മൾ സ്നേഹം, അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹത്തോടു കൂടി നമ്മൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കണ്ടാൽ ആ സ്നേഹം കൂടുതൽ സ്നേഹിക്കാനുള്ള ഒരു സാഹചര്യമായിരിക്കും നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ ഈ വിഷയം ആ ഒരു സ്നേഹത്തിൽ ഒഴുകി മാറി ഇല്ലാതാകും, അല്ലെങ്കിൽ മെല്ലെ അപ്രത്യക്ഷമാകും. അതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ലവ് ഫോർ പേഴ്സണൽ സക്സസ്. ജീവിതത്തിൽ വ്യക്തിപരമായ വിജയത്തിന് വേണ്ടി അൺകണ്ടീഷണൽ സ്നേഹം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിലവിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മെച്ചപ്പെടാൻ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒരു ബെറ്റർമെന്റിന് വേണ്ടി, അവസ്ഥയ്ക്ക് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. പക്ഷെ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ട് ഒരു വിജയം അതിനകത്ത് കണ്ടെത്താൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വലിയ രീതിയിൽ വിഷമിക്കുകയും ചിലപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് വിധിയെ പഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചെയ്യാനുള്ളത് ഇത്രമാത്രം. ഏതൊരു സക്സസിനും രണ്ട് കാര്യമാണ് ചെയ്യാനുള്ളത് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക. അതായത് നമ്മള് കാരണം നമ്മുടെ ഒരു പ്രവൃത്തിയിൽ ഒരു കുറവ് കാരണം അതിനൊരു കുറവ് വരാൻ പാടില്ല. നമ്മുടെ അലസതയോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത് മൂലമോ അതിനകത്തൊരു കുറവ് വരാം. ഡു യുവർ ബെസ്റ്റ് ആൻഡ് ലവ് അൺകണ്ടീഷണലി. എന്നിട്ട് ആ ഒരു പ്രവൃത്തിയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം നിങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ റിലേഷൻഷിപ്പ് ഒന്ന് ബെറ്റർ ആക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരും ചെയ്യാനുള്ളത്, നിങ്ങളെ കൊണ്ട് ആ റിലേഷൻഷിപ്പ് ബെസ്റ്റ് ആക്കുവാൻ ചെയ്യാൻ പറ്റുന്നതിന്റെ ബെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിന്റെ ഭാഗത്ത് നെഗറ്റീവായിട്ടൊരു കാര്യമോ ഉണ്ടാകാതെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന് ബെസ്റ്റ് ചെയ്യുക. രണ്ടാമത്, ആ ഒരു പ്രോസസ്സിനെ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക. ഈ സ്നേഹം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് അത് മെല്ലെ തിരിച്ചറിഞ്ഞ് കൊണ്ടുവരാനുള്ളതാണ്. ഒരു അനുകമ്പ, ഒരു
ഒരു പ്യൂറസ്റ്റ് എമ്പതി, സിമ്പതി എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്യൂറസ്റ്റ് സിമ്പതി, നമ്മൾ സാധാരണ വികാരമല്ല, അത് ഉള്ളിലുള്ള സിമ്പതിയോട് കൂടി ആ ഒരു ബന്ധത്തേക്ക് നോക്കിക്കാണണം. അപ്പൊ നമുക്ക് ക്രമേണ ആ ഒരു ബന്ധം മെച്ചപ്പെട്ടു വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, നിങ്ങളൊരു ഡെവലപ്മെന്റിന് വേണ്ടി ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നിങ്ങൾ പരമാവധി നിങ്ങൾ എഫേർട്ട് ഇട്ട് ചെയ്യുന്നു. അപ്പൊ അതിനോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു കാര്യത്തെ നിങ്ങൾ കൂടുതൽ സ്നേഹത്തോടു കൂടി ആ ഒരു കാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ക്രമേണ സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് ഈ ലോകം അതിനെ അപ്പോഴൊന്നും അപ്രീഷിയേറ്റ് ചെയ്യില്ല. പലരും നമ്മൾ അതിനെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ അങ്ങനെ അങ്ങ് അംഗീകരിച്ചു തരികയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെ അങ്ങ് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതിന്റെ ബെസ്റ്റ് ചെയ്യുകയും നമ്മൾ പരമാവധി സ്നേഹത്തോടു കൂടി ആ ഒരു കാര്യം ചെയ്യുകയും ചെയ്താൽ ക്രമേണ റൈസ് വിൽ അപ്രീഷിയേറ്റ് എന്നാണ്. റൈസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആളുകൾ എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആളുകൾ ക്രമേണ അതിനെ അംഗീകരിക്കുകയും അതിന് വില തരാൻ തുടങ്ങുകയും ചെയ്യും. ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവർക്ക് കാണാൻ കഴിയില്ല, പക്ഷെ ഏതൊരു കാര്യവും സ്നേഹത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ അവർ തിരിച്ചറിയും. അതായത് എല്ലാ തരത്തിലുള്ള പേഴ്സണൽ സക്സസിനും നിങ്ങൾക്ക് സ്നേഹത്തോടു കൂടിയുള്ള നിങ്ങളുടെ എഫേർട്ട് ഇടുമ്പോൾ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ടാകും ചുറ്റുപാട് നിന്ന്. പല രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അതിപ്പം തൊഴിൽ രംഗത്തായാലും വീട്ടിലായാലും കുടുംബത്തിലായാലും എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ വെറുതെ കുറ്റപ്പെടുത്തി നമ്മളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട്. അദ്ദേഹം എടുത്തു പറയുന്ന ഒരു പോയിന്റ്, ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു ദേഷ്യം അവരോട് വെച്ച് കൊണ്ട് ഇരിക്കരുത്, ആ ഒരു ദേഷ്യം നിങ്ങൾ കാണിക്കരുത് എന്നാണ്. ഒരു ദേഷ്യം നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ദേഷ്യം നിങ്ങളുടെ സിസ്റ്റത്തെ ഡാമേജ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. സിസ്റ്റം, ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, നമ്മുടെ ഒരു മൊത്തത്തിലുള്ള നമ്മളെന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു സ്പിരിച്വലായും ഭൗതികമായും ഉള്ള ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അതിനെ മുഴുവൻ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളെ വിമർശിക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. തിരിച്ച് അവരോട് ദേഷ്യപ്പെടുകയോ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ വിമർശിക്കുകയോ ചെയ്യരുത്. പകരം നിങ്ങൾ ചെയ്യാനുള്ളത്, ആളുകൾ നമ്മളെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ഉള്ളിനകത്ത് മുറിവുകൾ ഉള്ളത് കൊണ്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ആരെങ്കിലും അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തുന്നു, നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വേദനിപ്പിക്കുന്നതിലൂടെ അവർ സ്വയം സ്വന്തം ഉള്ളിലെ മുറിവുകളിൽ ആശ്വാസം കണ്ടെത്തുന്നതാണ്. ആ ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുവാൻ നമ്മൾ ശീലിക്കണം. ഇവിടെയാണ് നമ്മൾ അവരോട് എമ്പതിയായിട്ട് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം കാണിക്കാനുള്ളത്. പറയുമ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? എത്ര ശതമാനം? ഈ ഒരു അറിവുകൾ സത്യത്തില് ഭയങ്കര ഡീപ്പാണ്, ഭയങ്കരമായ എന്താ പറയുക, എസൻസ് ലെവലിലാണ് ഞാൻ കൊടുക്കുന്നത് എന്നുള്ളൊരു പൊതുവെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഡീപ്പ് ലെവലായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് സത്യത്തിൽ, പക്ഷേ ഇത് ഈ രീതിയിൽ അല്ലാതെ പറഞ്ഞാൽ ഇതിന്റെ സത്യത്തിൽ പുസ്തകത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവലിൽ തന്നെ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഞാൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഈ ഒരു അറിവുകൾ? കാരണം പറഞ്ഞാൽ ഈ ഒരു റാണി റാണി നമ്മളെ സ്റ്റുഡന്റ് ആയിട്ട് പറയുന്നത്, ബാക്കിയുള്ളവർ കുറച്ച് പേരുടെ കാര്യമാണ് ഞാൻ പറയാം, എല്ലാവരുടെ കാര്യങ്ങളിലൂടെയാണ് ചോദിക്കുന്നത്. എത്ര പേർക്ക് ഇത് ഭയങ്കരമായി കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഉൾക്കൊള്ളാൻ പ്രയാസകരമായിട്ട് തോന്നുന്നുണ്ട്? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടത്തു നിന്ന് വിമർശിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യത്തിൽ അതാണ് യഥാർത്ഥ രീതി. പക്ഷെ അത് അങ്ങനെ നമ്മളല്ലാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാകും. പക്ഷെ യഥാർത്ഥത്തിൽ അവരോടുള്ള സമീപനം നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു രീതിയിൽ അവരെ മനസ്സിലാക്കണം. താങ്ക് യു സോ മച്ച്. കാരണം എന്ന് പറഞ്ഞാല് ഹെവിയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ ഹെവിയാണെന്ന് പറയുന്നത്. എന്റെ പൊതുവെ ഇത്തരം സബ്ജക്റ്റുകൾക്കൊക്കെ അത് പൊതുവെ ആളുകളിലേക്ക് കുറച്ച് ലെവലിൽ താഴെയുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ എനിക്കിത് ഒരു പുസ്തകം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ രീതിയിൽ മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയുള്ളൂ.
ഇത് ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ പിന്നെ ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കയറി വരാൻ പറ്റും. അല്ല നമ്മൾ ആ ഒരു ലെവലിൽ അത്ര ഡീപ്പായിട്ട് സംസാരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് വെറും വെറും സാധാരണ ഒരു ക്ലാസ് ആയി പോയില്ലേ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത് ഈ ഒരു പോയിന്റാണ് നമ്മൾ, അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് നമ്മൾ ബ്ലെയിം ചെയ്യുന്ന ആളുകളുടെ സത്യത്തിൽ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. അവരോട് നമ്മൾ സമീപിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിനകത്ത് മുറിവുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സമീപിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരോട് നമുക്ക് സ്നേഹം തോന്നും. അപ്പം രണ്ട് പോയിന്റാണ് അവിടെ വരുന്നത്. ഒന്ന്, നമുക്ക് അവരോട് ദേഷ്യം തോന്നില്ല. ദേഷ്യം തോന്നാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞ് ഞാൻ നോക്കാം കേട്ടോ കമന്റ്. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു പവറുണ്ട്. ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ആ ഒരു പവർ നമുക്ക് നഷ്ടപ്പെട്ടു നമ്മൾ സത്യത്തിൽ. നമ്മൾ അവരുടെ നിലവാരത്തിലേക്ക് താഴെ നമ്മുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ആളുകളുടെ നിലവാരത്തിലേക്ക് നമ്മൾ അവരെ അതുപോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയം നമ്മൾ അവരെ എമ്പതിയോടുകൂടി സ്നേഹത്തോടുകൂടി ആ ഒരു കാര്യങ്ങളെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പവർഫുൾ ആവുകയാണ് ചെയ്യുന്നത്. രണ്ട് പോയിന്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടും. രണ്ട്, ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധം ക്രമേണ മെച്ചപ്പെടും. ഈ സ്നേഹം അവരുടെ ആ ഒരു നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തിന് ആ ഒരു പവറുണ്ട്. അതാണ് മനസ്സിലാക്കാനുള്ളത്. അവരുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള, അതായത് അവർക്ക് തിരിച്ചറിവ് നൽകാനും ഉള്ള പവറുണ്ട്. അതാണ് ഈ കാര്യം. നമ്മൾ ഇവിടെ ഈ അൺകണ്ടീഷണൽ ലവിലൂടെ നമ്മൾ സത്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. ദൈവിക പവർ ഉപയോഗിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അത് നമ്മുടെ സകല വിഷയങ്ങളെയും തകർത്തരിപ്പണമാക്കി ഈസിയായിട്ട് മുന്നോട്ട് പോകുവാൻ. തകർത്തരിപ്പണമാക്കി എന്ന് പറയുന്നില്ല, ഇരുട്ടിനെ മാറ്റി വെളിച്ചം കൊണ്ടുവന്നുകൊണ്ട് ആ ഇരുട്ടാണ് നമുക്കുള്ള എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നം. ആ ഇരുട്ടാണ് നമുക്ക് വേദനയായിട്ട് തോന്നുന്നത്. മറ്റുള്ള വ്യക്തികൾ നമ്മൾ നെഗറ്റീവായിട്ട് പെരുമാറുന്നതും ഇരുട്ടാണ്. ആ ഇരുട്ട് മാറും, ആ വ്യക്തികൾക്ക് വെളിച്ചം ലഭിക്കും. അതാണ് പറയുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള പവർ പുറത്തെടുത്തു കഴിഞ്ഞാൽ ചുറ്റുള്ള ആളുകളുടെ മനസ്സിനകത്ത് വെളിച്ചം വരും. ആ ഒരു പോയിന്റാണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. മറ്റുള്ള വ്യക്തികളുടെ മനസ്സിൽ വെളിച്ചം വരും. ആ വെളിച്ചം ഈ ഒരു വിഷയങ്ങളിലെ പരിഹാരം തരും. അതേസമയം നമ്മൾ അവരുമായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണെന്നുണ്ടെങ്കിൽ ക്രമേണ അതുപോലെ നമ്മളും അവരെ പോലെ താഴ്ന്നു പോവുകയുള്ളൂ. അതാണ് ഡാമേജ് സിസ്റ്റം. ഹ്യൂമൻ എന്ന് പറയുന്ന സിസ്റ്റത്തെ ഡാമേജ് ചെയ്യും. അത് ബോഡി ഡാമേജ് ചെയ്യും, നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ വൈബിനെ ഡാമേജ് ചെയ്യും. നമ്മളെന്ന് പറഞ്ഞാൽ എനർജിയെ ഡാമേജ് ചെയ്യും. ബോഡിക്ക് ആദ്യം അസുഖങ്ങൾ വരും. ആളുകളോട് ദേഷ്യം, അവർ വിമർശിക്കുന്ന ആളുകളോട് ദേഷ്യം വെച്ച് പുലർത്തുമ്പോൾ. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ക്രിറ്റിസിസത്തെ നമ്മൾ സ്നേഹത്തോടു കൂടി നേരിടാൻ നമ്മൾ ക്രമേണ ചിരിക്കുക. ആദ്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ഈ ഒരു സ്നേഹം, ഈ ഒരു അൺകണ്ടീഷണൽ ലവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. എനിക്കിങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ, എനിക്കിങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയും സ്നേഹിക്കാൻ പറ്റും. ആരും എന്നെ തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് അവരെ സ്നേഹിക്കാൻ കഴിയും എന്നൊരു തരി നമ്മുടെ മനസ്സിനകത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഒരു വിത്തായിട്ട് എടുത്തുകൊണ്ട് വളർത്തിയെടുക്കാനുള്ളത്. അത് നമ്മൾ വളർത്തി വലുതാക്കണം. ഒരു പർട്ടിക്കുലർ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചോളും. അല്ലാതെ ആരെങ്കിലും നമ്മളെ കെയർ ചെയ്താൽ മാത്രമേ എൻ്റെ മനസ്സിൽ സ്നേഹം വരൂ, ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ നമ്മളെ സ്നേഹിക്കൂ. അങ്ങനെയല്ല. നമ്മൾ അങ്ങനെ അല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഡിവൈൻ ആ പവർ പുറത്തെടുക്കണം. അപ്പോഴാണ് യഥാർത്ഥ സ്പിരിച്വൽ ബീയിങ് കൂടി ആകുന്നത്. താങ്ക് യു. അപ്പോ അടുത്തത് 4ാമത്തെ പോയിന്റ്, ഈ ലവിന് ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഉണ്ട് എന്നുള്ളതാണ്. ലവ് ആസ് എ ട്രാൻസ്ഫോർമേറ്റീവ് പവർ എന്നുണ്ട് അത് പറയുന്നുണ്ട്. അതായത് അവിടെ ഇതിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാറ്റഗറിയിൽ ഉള്ള, നമ്മുടെ ജീവിതത്തിന്റെ കാറ്റഗറിയിൽ ഉള്ള ആളുകൾ, നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ സ്നേഹം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതനുസരിക്കാതെ
നമ്മളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും നമ്മളെ ബ്ലെയിം ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. വിവിധ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മള് പറഞ്ഞാൽ അനുസരിക്കാത്തത് ഉണ്ട്. ഇപ്പൊ നമ്മൾ അവർ നേർവഴിക്ക് നടത്താൻ ശ്രമിച്ചിട്ടും നമ്മൾ അവർ നേർവഴിക്ക് നടക്കാത്തവരുണ്ട്. അതേസമയം അല്ലാതെ നമുക്കറിയാവുന്ന ആളുകളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവർ തെറ്റായ പാതയിലൂടെ എങ്ങനെ നയിക്കണമെന്നറിയില്ല. എങ്ങനെ അവരെ നേർവഴി കൊണ്ടുവരണമെന്നറിയില്ല. നമുക്കത് പറ്റുമെന്നാണ്. നമ്മളെന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്ങിന്റെ ആ ഒരു ഉള്ളിലെ സ്പിരിച്വൽ പവർ, നമ്മളെന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്, നമ്മുടെ ഈ ഒരു പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സ്പിരിച്വൽ പവർ, അതായത് ഈ സ്നേഹത്തിന് ആ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഉണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ നെഗറ്റിവിറ്റിയെ നമ്മൾ നെഗറ്റിവിറ്റി ആയിട്ട് കാണരുത്. അവരോട് നമ്മൾ ഒരിക്കലും സിമ്പതി വെച്ച് പുലർത്തരുത്. സിമ്പതി ആയിട്ട് അയ്യോ അവനൊരു പാവം, അവനൊരു ഇങ്ങനെ കുറവുകളുള്ള വ്യക്തി, അത് ഒരുപാട് കുറവുകളുള്ള വ്യക്തി, പാവം, അങ്ങനെയല്ല നമ്മൾ കാണാനുള്ളത്. നമ്മൾ അവരുടെ കുറവുകളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കാണാതെ നമ്മൾ അവരെ അൺകണ്ടീഷണലായിട്ട് നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ ഉള്ളിലെ ഈ സ്നേഹത്തിന്റെ പവർ ഉപയോഗിച്ച് വന്നുകൊണ്ട് അവർക്ക് മാറ്റം ഉണ്ടാകും, ഒരു സംശയം വേണ്ട. ഇത് നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള പോയിന്റാണ്. അതിന് ആദ്യം നമ്മൾ സ്വയം ഹീൽ ചെയ്യണം എന്നുള്ള രീതിയിൽ എല്ലാം നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ അവർക്ക് കുറവുകളുണ്ട്, അവർക്ക് ആ കുറവുകൾ മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ല. അവരുടെ കുറവുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയുടെ പ്യൂരിറ്റിയെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട്, ആ പ്യൂരിറ്റി പുറത്തു വരുന്നത് നമ്മുടെ ഉള്ളിലെ പരിശുദ്ധതയെ പുറത്തു കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ ആ ഒരു സ്നേഹം, അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹത്തോടു കൂടി ആ വ്യക്തികളെ നമ്മൾ നോക്കി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പവർ, നമ്മുടെ ദൈവികമായ പവറുള്ള മനുഷ്യന്റെ ആ ദൈവികമായ ഡിവൈൻ പവർ ആ വ്യക്തിയെ പരിവർത്തനപ്പെടുത്തും. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിനുണ്ടായിട്ടുണ്ട് കൃത്യമായി. പക്ഷെ അതിന് അവരെ ഇങ്ങനെ അയ്യോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു സഹതാപത്തോടു കൂടി, അങ്ങനെയല്ല നമ്മൾ കാണാം. നമ്മളാ നോക്കി കാണാൻ ഒരു പവർ ഉണ്ട്. അവരും പെർഫെക്റ്റ് ആയ ആളുകളാണ്, അവരും റെഡി ആയിക്കോളും. അവർ പെർഫെക്റ്റ് ആയ ആളുകളാണ്, അവർ നല്ലവരാണ്, ഏറ്റവും മികച്ച ആളുകളാണ്, നല്ല ആളുകളാണ് എന്ന് വിശ്വസിക്കണം. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പാരന്റ്സ് കുഞ്ഞുങ്ങളെ നോക്കുന്നതും അവരുടെ കുറവുകളിലെ അഡ്രസ് ചെയ്തുകൊണ്ടാകരുത്. നമ്മൾ ഈ ഒരു സ്നേഹത്തിന്റെ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഉപയോഗിച്ചുകൊണ്ട് അവർ പെർഫെക്റ്റ് ആയ ആളുകളാണ് എന്ന് നമ്മൾ നോക്കിക്കാണുമ്പോൾ ക്രമേണ നമ്മുടെ ഈ പവർ അവരെ പരിവർത്തനപ്പെടുത്തും. അത് കുഞ്ഞുങ്ങളുടെ കാര്യമാണെങ്കിലും ശരി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരായാലും ശരി തന്നെ. ഈ ചാപ്റ്റർ നിങ്ങൾ നോക്കിയാൽ പോയിന്റ് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ സെന്റിമെന്റലോട് കൂടിയല്ല നോക്കാനുള്ള, ആ സ്നേഹമല്ല ഇവിടെ വേണ്ടത്, സെന്റിമെന്റ്സിന്റെ സ്നേഹമല്ല ഇവിടെ വേണ്ടത് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതായത് മനസ്സിൽ വികാരത്തിനോട്, കുറവുകളോട് കൂടിയുള്ള സ്നേഹം ഉണ്ടല്ലോ, അയ്യോ എന്നുള്ളൊരു പറച്ചിലോട് കൂടിയുള്ള സ്നേഹം ഉണ്ടല്ലോ, അതല്ല. അവരും പെർഫെക്റ്റ് ആണ്, ഞാനും പെർഫെക്റ്റ് ആണ്. ഞാൻ പെർഫെക്റ്റ് ആയിക്കൊണ്ട് അവരുടെ പെർഫെക്ഷനിലേക്ക് നോക്കണം. അപ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ട് വരും. അല്ലാതെ അവരുടെ കുറവുകളിലേക്കാണ് നമ്മുടെ ഫോക്കസ് എന്നുണ്ടെങ്കിൽ അവരുടെ കുറവുകൾ പിന്നെ വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെ പക്ഷെ നമ്മൾ പെർഫെക്റ്റ് ആകണമെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി കൂടുതൽ ഡെവലപ്പ് ആവണം, പ്യൂരിറ്റി ചെയ്യണം. നമ്മൾ ആ ഒരു കപ്പാസിറ്റിയിലേക്ക് ക്രമേണ എത്തണം. അത് പറ്റും, ഓരോരുത്തർക്കും പറ്റും. പരിവർത്തനത്തിനുള്ള ശക്തിയുണ്ട്. ദേഷ്യം അല്ലാതെ ഒരു അനുകമ്പ അങ്ങനെയല്ല. സ്നേഹം വേണം, അനുകമ്പ വേണം, അത് വേണ്ടെന്നല്ല. പക്ഷെ അവിടെ കുറവുകൾ നോക്കിയിട്ട് ആ കുറവുകൾ, അയ്യോ അങ്ങനെ കുറവുള്ളത് കൊണ്ട് ഒരു പ്രത്യേകതര അനുകമ്പ ഉണ്ടല്ലോ, അത് പാടില്ല. കുറവിലേക്ക് നോക്കി അയ്യോ പാവം എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതല്ല ഉദ്ദേശിച്ചത്. അത് പാടില്ല. അല്ലാതെ അവർക്കൊരു പെർഫെക്ഷൻ ഉണ്ട്. ഞാൻ എന്ന് പറഞ്ഞൊരു എനിക്കൊരു സ്പിരിച്വൽ ബീയിങ് എന്നുള്ള രീതിയിൽ എനിക്കൊരു പെർഫെക്ഷൻ ഉണ്ട്. അത് വെച്ചുകൊണ്ട് ആ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ട്
നമ്മൾ ആ സ്നേഹിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്രമേണ ട്രാൻസ്ഫോം ചെയ്ത് വരും, പരിവർത്തനപ്പെട്ട് ബെസ്റ്റ് പേഴ്സൺസ് ആയി വരും. അങ്ങനെയാണ് നമ്മൾ ജയിക്കാനുള്ളത്. അത് പറ്റും. അത് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഉള്ളിലെ സ്പിരിച്വൽ പവർ ഉള്ള കഴിവാണ്. ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ കൂടി ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ ആയിട്ടുള്ള ദൈവത്തിന്റെ ഇമേജ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യന്റെ ഉള്ളിലെ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു ഡിവൈൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഏത് വിഷയത്തെയും പരിഹരിക്കാൻ പറ്റും. ഏതൊരു വിഷയത്തെയും. അതാണ് ഈ ഗിവ് ബെസ്റ്റ് ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബെസ്റ്റിനെ കൊടുക്കാനുള്ള ഈ ലോകത്തിന്. ഇങ്ങനെ നമ്മളെ ബെസ്റ്റിനെ കൊടുത്തുകൊണ്ട് പരിവർത്തനപ്പെടുത്തിയെടുക്കണം. നമ്മുടെ ചുറ്റുവട്ടമുള്ള ആളുകളെയും ഈ ഒരു നമ്മുടെ കമ്മ്യൂണിറ്റിയെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ഈ ലോകത്തെ തന്നെയും പരിവർത്തനപ്പെടുത്തണം എന്നാണ് പറയുന്നത്. അങ്ങനെ പരിവർത്തനപ്പെടുത്താൻ സ്നേഹം കൂടുതൽ 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 പരിവർത്തനപ്പെടുത്തുമ്പോഴാണ് വലിയ മഹാന്മാരായ ആളുകൾ. അവരുടെ ഉള്ളിലെ സ്നേഹമാണ് ആ ലോകത്തെ എത്രമാത്രം പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട്. അത് പറ്റും. അത് ഹ്യൂമൻ ആണെങ്കിലും ആ ഒരു സ്പിരിച്വൽ പവർ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്. അപ്പോൾ അടുത്ത പോയിന്റ്, 5ാമത്തെ പോയിന്റ് വേറൊന്നുമല്ല, അത് ലവ് ഫോർ പ്രൊട്ടക്ഷൻ ഫ്രം നെഗറ്റീവ് പീപ്പിൾ എന്നാണ്. ഇപ്പൊ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ചില ആളുകൾ നമ്മളെ ഈ മുതലെടുക്കാൻ നിൽക്കുന്നു, ടേക്കിംഗ് അഡ്വാൻറ്റേജ് എന്ന് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ആരെങ്കിലും നമ്മളെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല. അവരോട് നമ്മൾ നിൽക്കേണ്ടത് ഈ സ്നേഹത്തിന്റെ മനോഭാവത്തോടു കൂടിയാകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രമേണ ആ വ്യക്തികളും ഈ നമുക്ക് അനുകൂലമായ രീതിയിൽ നമ്മളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെ നമുക്ക് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് കാണുവാനും കഴിയുമെന്നുള്ളതാണ്. അതിന് ഈ ഒരു പവർ അവരുടെ മനസ്സിലേക്ക് നമ്മൾ വെളിച്ചം വീശുകയാണ്. അവരെ നമ്മൾ ഈ ഒരു അൺകണ്ടീഷണൽ ലവ് കൊണ്ട് ഉപയോഗിക്കും. ഈ അൺകണ്ടീഷണൽ ലവ് ഉപയോഗിച്ച് നമ്മൾ അവരിലേക്ക് നോക്കുമ്പോൾ, നമ്മൾ അങ്ങനെ നോക്കി കാണുമ്പോൾ സത്യത്തില് അത്തരം അവരുടെ നെഗറ്റിവിറ്റി നിറഞ്ഞ ഒരു മനോഭാവം നമ്മളുള്ളത് മാറിയിട്ട് അവർ നമുക്ക് അനുകൂലമായി നിൽക്കാൻ തുടങ്ങും ക്രമേണ. ഏതൊരു വ്യക്തി നിങ്ങൾക്കെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് സ്നേഹത്തോടു കൂടി പെരുമാറിയാൽ മതി. ക്രമേണ അവർ മാറിയേ പറ്റൂ. കാരണം അവർക്ക് ഈ ഒരു വെളിച്ചം വന്നാൽ ഇരുട്ട് മാറും. നമ്മളൊരു വെളിച്ചം ഒരു ഇരുട്ടിലേക്ക് ഒരു വെളിച്ചം കൊണ്ടുവന്ന ആ ഇരുട്ട് മാറില്ലേ? അതുപോലെ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നൊരു വെളിച്ചം അവരിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ ഇരുട്ട് കമ്പൽസറി ആയിട്ട് മാറിയേ പറ്റൂ. അത് നിയമമല്ലേ? അത്രത്തോളം ഈസിയാണത്. അതൊരു ഷെയ്ഡാണ് അവർ ആ നെഗറ്റിവിറ്റി കാണുന്നത് അവരില്. ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനും കഴിയും എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. 6ാമത്തെ പോയിന്റ് ലവ് ഫോർ അട്രാക്ടിങ് പോസിറ്റീവ് റിലേഷൻഷിപ്പ്. പോസിറ്റീവായിട്ടുള്ള ബന്ധങ്ങളെ ആകർഷിപ്പിക്കുവാൻ അൺകണ്ടീഷണൽ ലവ് നമ്മൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളെ സഹായിക്കുന്നതാണ്. വളരെ ഈ മനുഷ്യരുടെ ഇടയിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ ഈസി ആയിട്ട് മാറ്റി പൊരുത്തക്കേടുകൾ മാറ്റി ഹാർമണിയാക്കി തരും എന്നുള്ളതാണ്. നമ്മള് കൃത്യമായിട്ട് അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർമോണിയസ് ആക്കി മാറ്റി തരും. ഒരു സംശയം വേണ്ട. അതായത് എല്ലാ വിധത്തിലുള്ള നെഗറ്റീവ് വിഷയങ്ങളും മാറും. മനുഷ്യർ തമ്മിലുള്ള വിഷയങ്ങൾക്കെല്ലാം പരിഹാരം കാണും. അത് എടുത്തു പറയുന്നത് അത് മാത്രമല്ല, മനുഷ്യരെ കഴിവിന്റെ പരമാവധി പറഞ്ഞല്ലോ, മനുഷ്യരെ കൂടുതൽ സ്നേഹിക്കാനാണ്. നമ്മൾ ഒരു തരത്തിലുള്ള ഉപാധികളുമില്ലാതെ നമ്മൾ സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അവർ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. ഹി ഈസ് നിയറസ്റ്റ് ടു ഗോഡ് ഹു ഈസ് നിയറസ്റ്റ് ടു മാൻ. അദ്ദേഹം എടുത്തു പറയുന്നൊരു പോയിന്റാണ്, ഹു ഈസ് നിയറസ്റ്റ് ടു ഗോഡ് ഹു ഈസ് നിയറസ്റ്റ് ടു മാൻ. ആരാണോ മനുഷ്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് അവർ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണ്? ഓരോ ഹ്യൂമണും ഡിവൈനാണ്, ദൈവങ്ങളാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ എത്രയും മനുഷ്യരെ ഒരു തരത്തിലും വേർതിരിച്ച് കാണാൻ പാടില്ല. അത് വലിയ പാപമാണ്. അത് ഓരോ മനുഷ്യരും അത് എടുത്ത് ശ്രദ്ധിക്കേണ്ട പോയിന്റാണ്. മനുഷ്യരെ വേറിട്ട് കണ്ടുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല.
നമ്മളെ പവർ മുഴുവൻ പുറത്തു വരുന്നത് മനുഷ്യ സ്നേഹത്തിലൂടെയാണ്. മനുഷ്യനെ എത്രത്തോളം കൂടുതൽ സ്നേഹിക്കുന്നോ അത്രത്തോളം ദൈവത്തോട് നമ്മൾ അടുത്ത് നിൽക്കുന്നത്. ഡിവൈനുമായിട്ടുള്ള ആ ഒരു ചാനലിന്റെ ചാനൽ വികസിക്കും, കൂടുതൽ പവർ നമ്മളിലേക്ക് എത്തും, വൈബ് വർദ്ധിക്കും. വൈബ് വർദ്ധിക്കുന്നതനുസരിച്ച് മികച്ച ആ വൈബിനനുസരിച്ച് ലോ ഓഫ് വൈബ്രേഷൻ അനുസരിച്ച് അല്ല ആ വൈബിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതലായി വരുന്നത്. താങ്ക് യു സോ മച്ച്. ഒരു പോയിന്റും കൂടി ഉണ്ട്, അത് നമ്മളിപ്പോ പറഞ്ഞ പോയിന്റുകളൊന്നും തന്നെയാണ്. ഷീൽഡ് ഫ്രം നെഗറ്റിവിറ്റി. ലവ് വാസ് എ ഷീൽഡ് ഫ്രം നെഗറ്റിവിറ്റി. ഒരു തരത്തിലുള്ള നിങ്ങൾ പല തരത്തിലുള്ള കഴിഞ്ഞ ആ ഒരു ചാപ്റ്ററിലും പറഞ്ഞതുപോലെ പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള. ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, മറ്റാളുകൾ നമ്മളെ ഉപദ്രവിക്കുന്നു, ഈ കൂടോത്രം ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പരിപാടിയുണ്ട്. അതുപോലെയൊക്കെയുള്ള, അതായത് അങ്ങനെ കുറെ നെഗറ്റീവായിട്ടുള്ള ശാപങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ദ്രോഹിക്കുന്നു. അങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ട് എന്നെ മെന്റലി ഹറാസ് ചെയ്യുന്നു, അതായത് മാനസികമായിട്ട് തന്നെ എന്തോ ഒക്കെ ചില മെസ്സേജുകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ. അതായത് എവിടെ ദൂരെ ഇരുന്നുകൊണ്ട് തന്നെ മാനസികമായിട്ട് എന്തോ പ്രക്രിയകളൊക്കെ ചെയ്തിട്ട് എന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സത്യത്തിൽ അതൊക്കെ ഒരു അത്തരം ആരെങ്കിലും ഇനി അങ്ങനെ ചെയ്താൽ തന്നെ അതൊന്നും നമ്മളെ ഏൽക്കാൻ ഈ ഒരു ലവ് നമ്മുടെ ഉള്ളിൽ കൂടുതലായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ബാധിക്കാതെ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡായിട്ട് നിൽക്കും എന്ന് തന്നെയാണ് അദ്ദേഹം എഴുതുന്നത്. നെഗറ്റിവിറ്റിയിൽ ഒരു ഷീൽഡായിട്ട് അത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഇത് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ. ഒരു തരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളും ജീവിതത്തിൽ നമ്മളെ ബാധിക്കാതെ, മറ്റുള്ളവരുടെ ശാപങ്ങളോ മറ്റുള്ളവരുടെ കണ്ണേറോ അങ്ങനെയുള്ള ഒരു കാര്യവും, അങ്ങനെയൊക്കെയുള്ള വിശ്വാസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകൾ നമ്മുടെ എൻക്വയറിയുടെ ഭാഗമായിട്ട് ചോദിക്കുമ്പോൾ തകർന്ന് അടിഞ്ഞ് ഇട്ട് മാനസികമായിട്ടങ്ങ് വല്ലാതെ ഡൗൺ ആയിട്ട് ചെറുപ്പക്കാര് കുട്ടികളാണ്. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അതൊരു ഫാമിലിയിൽ നിന്നൊക്കെ ഇങ്ങനെ കിട്ടുന്നതിന്റെ ചില ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ വരുന്ന അവര് മറ്റുള്ള ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് ഞാൻ എൻ്റെ ജീവിതം ഒരു കാരണവശാലും കരകയറുന്നില്ല, എനിക്ക് രക്ഷയില്ല, എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എൻക്വയറി. ദയവായി നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു ഹയർ ലെവലിലുള്ള പവറിനെ നമുക്ക് കൃത്യമായിട്ട് പുറത്തെടുത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നെഗറ്റിവിറ്റി നമ്മളെ ബാധിക്കില്ല. നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് രൂപപ്പെട്ടു വരുള്ളൂ. നമ്മുടെ വൈബ് വരുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ ഡിവൈൻ പവറുമായിട്ട് അടുക്കുന്നു എന്നതനുസരിച്ചാണ്. നമ്മൾ ഡിവൈൻ പവറുമായിട്ട് നമ്മുടെ വൈബ് ഏറ്റവും കൂടാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം രണ്ട് മാർഗം. ഒന്ന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം, ഈ ഒരു കണ്ടീഷൻ, രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ രണ്ട് പോയിന്റിലൂടെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വൈബിനെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു രണ്ട് മനോഭാവത്തോടു കൂടി ഒരു ജീവിതം നമ്മൾ സൃഷ്ടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രയോഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊന്നും ബാധിക്കില്ല. മനുഷ്യനെതിരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്കാണ് ആദ്യമേ അത് ബാധിക്കുന്നത്. അപ്പൊ അത്തരം നെഗറ്റീവ് ചിന്തകളും വിശ്വാസങ്ങളൊന്നും പാടില്ല. അതൊന്നും നിങ്ങളെ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് തോന്നിയിരിക്കില്ല. ഈ ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് നമ്മൾ കൃത്യമായിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, മനസ്സിലാക്കിയത് ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. നമ്മൾ ചില പോയിന്റുകൾ നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരികയാണ്. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വോർട്ടെക്സ് കോഴ്സിലൂടെ ജോയിൻ ചെയ്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു അൺകണ്ടീഷണൽ ലവ് പുറത്തെടുക്കാനുള്ള പ്രാക്ടീസുകളൊക്കെ അവിടെ കൃത്യമായിട്ട് നൽകുന്നുണ്ട്. നമ്മുടെ ഒരു കോഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 14-ാം തീയതി. അപ്പൊ നാളെ ലെവൽ 2 ആണ്. ലെവൽ 2-ൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ജോയിൻ ചെയ്യാം, റേഡിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. മറ്റ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ചോദിച്ചോളൂ, ഞാൻ വരാം. അതെ, നമ്മളിപ്പം സാറ് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ ആ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മള് ചിലവരോട് നിങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾ സ്വതന്ത്രമാണ്, ഞാൻ സ്വതന്ത്രമാണ്. പക്ഷെ ചിലവര് നമ്മളെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് തന്നെ പോയിക്കൊള്ളൂ എന്ന് പറയത്തില്ലേ? അവിടെ നമ്മൾ ഈ അൺകണ്ടീഷണൽ ലവ് നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും സാറേ?
ഇല്ല, അത് ഇപ്പൊ നമ്മൾ ക്ലാസിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു അത്. അതിനകത്ത് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഈ ഒരു ജനറൽ സെഷനിൽ അങ്ങനെ നമ്മൾ ആ ഒരു ചർച്ച വെക്കാറില്ല. നിങ്ങൾ ആ ഗ്രൂപ്പിലാണ് ചോദിക്കേണ്ടത്. അപ്പൊ ഞാനത് പറഞ്ഞുതരാം. എന്നാലും പറയാം. അത് ഞാൻ ആ പറഞ്ഞത് നമുക്ക് അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകളോടുള്ള ചില ആളുകളോട് നമുക്ക് മനസ്സിന് ചില ആളുകളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാതെ മാനസികമായ ബുദ്ധിമുട്ട് വരും. അവരുടെ മുഖം ഓർമ്മിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർ നമ്മളോട് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് വന്നിട്ട് നമുക്ക് നമ്മളെ കണ്ടീഷനൊക്കെ നമ്മളെ ഭാരം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ആളുകളെ ഉദ്ദേശിച്ച് മാത്രമാണ്, അതായത് നിങ്ങൾ ലൈഫിൽ അവരെ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത്തരം ആളുകളെ മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ മാത്രം, അത് മാത്രം അല്ലാതെ എല്ലാവരെയും വേണ്ട. അത് ആ ഫർഗീവ്നെസ്സിന് അത് എല്ലാവരെയും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. താങ്ക് യു സോ മച്ച്. അത് അതിനകത്ത് ക്വസ്റ്റ്യൻസ് മറ്റൊന്ന് ഗ്രൂപ്പിൽ ചോദിച്ചാൽ അതിനുള്ള ആൻസർ അവിടെ തരുമല്ലോ. ആ പ്രദീപിന് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ വരാം. നമസ്കാരം. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ചെറിയ സ്കാം കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് നമ്പർ എടുത്തിട്ട് ചില സ്കാം വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വാൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ വിളിക്കുവാണെങ്കിൽ അത് ഒന്നുകിൽ ഞാനായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ കോഴ്സ് മാനേജർ ആയിരിക്കും വിളിക്കുക. അത് മൊത്തത്തിൽ 3 നമ്പറാണ് നമ്മൾ ഉള്ളത്. അത് വെറുതെ ഒന്നും നിങ്ങൾ വിളിക്കില്ല. നിങ്ങൾ എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വിളിക്കുകയുള്ളൂ. ആ നമ്പറുകൾ നമ്മുടെ എല്ലാ ഗ്രൂപ്പുകളിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മറ്റൊരു നമ്പറുകളിലും നിങ്ങൾ ആരെയും കോണ്ടാക്ട് ചെയ്യില്ല. അപ്പോൾ ആ നമ്പറുകളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് സേവ് ചെയ്ത് വെക്കുക. ബാക്കി വരുന്ന നമ്പറുകളിലൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. MSTC എന്നാണെന്ന് പറഞ്ഞ് വിളിക്കുവാണെങ്കിൽ ആ സോഴ്സ് ചെക്ക് ചെയ്യുക. പേയ്മെന്റ് ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. ആരെങ്കിലും പണം ചോദിച്ചാലും പേയ്മെന്റ് ചെയ്യാതിരിക്കുക. അത് ആ സോഴ്സ് നന്നായിട്ട് ചെക്ക് ചെയ്യുക. ലിങ്കുകൾ അയക്കുന്നുണ്ട്, ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ സോഴ്സ് പരിശോധിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വേറെ ഒന്നുമില്ല സാറേ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പ്രദീപ് പറഞ്ഞത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അവര് നിങ്ങളുടെ നമ്പറുകൾ അവര് എടുത്തിട്ട് അവരുടെ സ്വന്തം ക്ലാസ്സുകൾക്ക് വേണ്ടിയൊക്കെ വിളിക്കുകയും പുഷ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്നിട്ട് അപ്പം അവർ ഷോർട്ട് കട്ടാണ്. പക്ഷെ അതിലൊന്ന് ശ്രദ്ധ വേണമെന്നാണ് പ്രദീപ് ഉദ്ദേശിച്ചത്. കുറച്ച് നാളായിട്ട് തുടരുന്നത്. അത് മാത്രമല്ല, ചിലപ്പോൾ ചില അത്തരം കാര്യങ്ങൾ ഇപ്പം നമ്മുടെ MSTSന്റെ 3 നമ്പറുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കോഴ്സിന്റെ ഭാഗമായിട്ട്. പ്രദീപും ദേവും MSTS അല്ലേ? അതെ, ദേവും പ്രദീപ്, ജിഷയുണ്ട്. ജിഷ മാഡം ഉണ്ട്, ദേവു ഉണ്ട്, പിന്നെ ഞാൻ. ഈ 3 പേരാണ് നമ്മളിപ്പോ ഉള്ളത്. ഈ 3 പേരുടെ നമ്പർ അതിനകത്തുണ്ട്. നിങ്ങൾ അത് മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. കാരണം അവരുടെ പ്രദീപിന് ഒരു കൺസേൺ ആണ് അത് എപ്പോഴും. അതുകൊണ്ട് പ്രദീപ് അത് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ആനന്ദൻ കേട്ടി പറയുന്നു. നാളെ കോഴ്സ് എത്ര മണിക്കാണ് സാർ? നാളെ 9 മണിക്കാണ് കേട്ടോ മേഡം, ഇവിടുത്തെ ഇന്ത്യൻ ടൈം. ഓക്കെ, താങ്ക് യു സാർ. ചോദിച്ചോളൂ സാറേ. ചോദിച്ചോളൂ. നാളത്തെ ക്ലാസ് എപ്പോഴാണ്? വൈകുന്നേരമാണോ രാവിലെയാണോ ആരംഭിക്കുന്നത്? വൈകുന്നേരങ്ങളിലാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. 9 മണിക്കാണ്, രാത്രി 9 മണിക്ക്. രാവിലെ രാത്രി 9 മണി. പേയ്മെന്റ് കിട്ടിയിട്ട് നോ പ്രോബ്ലം. പ്രദീപിനെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ, അത് ഫോളോ അപ്പ് ചെയ്തോളാം. എന്നെ വിളിച്ചാൽ മതി സാറേ, ഞാൻ ഡീറ്റെയിൽസ് തരാം. ഓക്കെ. മറ്റൊരു കാര്യം കൂടി ചോദിക്കും സാറേ. 16 ദിവസമാണ് കോഴ്സ്. രാത്രി 9 PM ആണ് നമ്മുടെ സമയം വരുന്നത്. എല്ലാവർക്കും പറ്റുന്ന ഒരു സമയമാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത്. കോഴ്സ് റെക്കോർഡ് ഉണ്ടാവും. 5 ഡേ ഉള്ള റെക്കോർഡുകൾ ഉണ്ടാവും. നമുക്ക് റെക്കോർഡ് ഒരു ദിവസം മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മിസ്സായ പോർഷൻ കാണാൻ പറ്റും. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? നമ്മൾ പ്രപഞ്ചനാഥനെ ഒക്കെ നമ്മൾ പറയാറുണ്ട്, ചെയ്യാറുണ്ട്. അവിടുത്തെ നിശ്ചയം പോലെയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ സാറേ. അങ്ങനെയല്ല, നമ്മളത് പറഞ്ഞല്ലോ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് കൺഫ്യൂഷൻ ഉള്ളതല്ലേ. അതായത് നമ്മൾ അവിടുത്തെ അഭീഷ്ടം നടക്കട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ അഭീഷ്ടം നടക്കും എന്നുള്ള രീതിയിൽ അതല്ലേ കൺഫ്യൂഷൻ വന്നത്. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. അതായത്
ഞാനത് പറഞ്ഞുതരാം. നമ്മള് അവിടുത്തെ അഭീഷ്ടം നടക്കും എന്ന് പറയുന്നത്, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു, ആ ഒരു കാര്യം നമ്മുടെ ഒരു ബോധ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഒരു പ്രത്യേക രീതിയിലായിരിക്കും നമ്മളത് ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ ഡിവൈൻ പവർ, അതായത് യൂണിവേഴ്സൽ പവർ, ഹയർ പവറിന്, ദൈവത്തിന് നമ്മുടെ ഈ ബോധ മനസ്സ്, മനുഷ്യൻ എന്നുള്ള രീതിയിൽ പരിമിതമായ ബോധ മനസ്സുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാളും വലിയ ഉയർന്ന വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് എങ്കിൽ അത് നടക്കട്ടെ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേസമയം അത് നമ്മളെക്കാളും താഴെ ആകട്ടെ എന്നത് ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ, അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിൽ മികച്ചത്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടില്ല, അപ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ ഒന്ന് മികച്ചതായിരിക്കും. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ചൊരു ഹയർ പിക്ചർ, അതിനെ കുറിച്ചുള്ള ഒരു ഉയർന്ന ഒരു കാഴ്ചപ്പാട്, നമ്മളെക്കാൾ ഉയർന്ന ഡിവൈൻ പവറിനുണ്ടെങ്കിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ നടക്കട്ടെ എന്നാണ്. അല്ലാതെ എൻ്റെ നടന്നില്ലെങ്കിൽ താഴെ നടക്കട്ടെ എന്നല്ല. അങ്ങനെ വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു രീതിയിൽ ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി എടുക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഒരു 30 താങ്ക് യുവിന്റെ മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലൈവിൽ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കുക. ലൈവിൽ പങ്കെടുക്കുമ്പോൾ Thank you, sir. Thank you so much. Thank you, sir. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you so much. Thank you, sir.